കോളേജിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് നീക്കം. DME കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ചികിത്സാ പ്രതിസന്ധി ഉണ്ട് എന്ന വെളിപ്പെടുത്തലായിരുന്നു, അല്ലെങ്കിൽ അത്തരം ആരോപണത്തിലാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നത്. സുനിഷ ഇല്ലൂർ ചേർന്നു. സുനിഷ, എന്താണ് വിശദാംശങ്ങൾ? കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, DMO ആണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഹാരിസ് ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ചികിത്സാ പ്രതിസന്ധിയത മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു യൂറോളജി വിഭാഗ മേധാവിയായ ഹാരിസിന്റെ വെളിപ്പെടുത്തലും. അന്ന് ഈ ഒരു ചികിത്സ കിട്ടാത്തതിന്റെ ഭാഗമായി തനിക്ക് പറയേണ്ടി വന്ന ചികിത്സാ സൗകര്യമില്ല എന്ന് പറയേണ്ടി വന്നതിന്റെ സാഹചര്യം എല്ലാം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അത്തരത്തിലുള്ള പരിഹാരം കണ്ടെത്തുമെന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രി അടക്കം അന്ന് പറയുകയും ചെയ്തത്. കൂടുതൽ നടപടികളിലേക്ക് ഡോക്ടർ ഹാരിസിനെതിരെ കൃത്യമായ വലിയ നടപടികളിലേക്ക് കടക്കില്ല എന്നതായിരുന്നു പിന്നീട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഈ ഉപകരണങ്ങൾ എത്തിക്കുകയും ചികിത്സ നടത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഒരാളുടെ പരാതിയുടെ മേൽ മാത്രം അങ്ങനെ നടപടി ഉണ്ടായാൽ പോരാ, കൃത്യമായ നടപടികൾ ഇനി വരുന്ന സാഹചര്യത്തിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നതടക്കം ഡോക്ടർ ഹാരിസ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ്, അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളുമാണ് ഇപ്പോൾ പറയാനായി അദ്ദേഹത്തോട് അറിയിച്ചിരിക്കുന്നത്. DMO ആണ് ഇപ്പോൾ അത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. അടുത്ത ദിവസത്തിന് ഏത് ദിവസത്തിലേക്കാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകേണ്ടത് എന്ന് വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട്. ഈ ചികിത്സാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലുമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ട ഒരു സ്ഥിതി വന്നത്, എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങി നിരവധി കാര്യങ്ങളിലായിരിക്കും ഒരുപക്ഷെ വിശദീകരണം തേടുക എന്നുള്ളത് തന്നെയാണ്. ദുരവസ്ഥ ഒരു ഡോക്ടർക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്ന അവസ്ഥ, ഒരു വകുപ്പ് മേധാവിക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്ന അവസ്ഥ, അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരിശോധനകൾ അത് എത്രത്തോളമായിട്ടുണ്ട്? ഇതിൽ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എടുത്ത നിലപാടുകൾ നമുക്കറിയാം. പ്രതിപക്ഷത്തിനൊരു ആയുധം നൽകി എന്ന മട്ടിലാണോ ഇതിനെ കണക്കാക്കുന്നത്? അതുകൊണ്ട് തന്നെയാണോ ഇത്തരമൊരു കാരണം കാണിക്കൽ നോട്ടീസ് അല്ലെങ്കിൽ നടപടിക്ക് മുന്നോടിയായുള്ള നീക്കങ്ങളായൊക്കെ തന്നെ ഇത് വരുന്നത്? വിനീത, അങ്ങനെയും കരുതേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത് ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നു, അതിൽ പരിഹാരം കണ്ടെത്തും, അങ്ങനെ മെഡിക്കൽ കോളേജുകളിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് പരിഹാരം കണ്ടെത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് CPM നേതാക്കളായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ സദുദ്ദേശത്തോടു കൂടിയായിരിക്കാം ഡോക്ടർ ഹാരിസ് അങ്ങനെ ഒരു പ്രസ്താവന ഫേസ്ബുക്കിലൂടെ പറഞ്ഞതെങ്കിൽ പോലും അത് പ്രതിപക്ഷത്തിന് ആയുധമാക്കുന്ന തരത്തിലല്ല എങ്കിൽ ഈ മൊത്തം കേരളത്തിലെ ആരോഗ്യ മേഖല തന്നെ താറുമാറാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ നടപടി ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഏറെക്കുറെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപകീർത്തിപ്പെടുത്തുക എന്ന ശ്രമത്തിലല്ല, ഈ പറയുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളെയാണ് എടുത്തു കാണിച്ചത് എന്നതായിരുന്നു അന്നും ഡോക്ടർ ഹാരിസ് പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും നടപടിയിലേക്ക് കടക്കുന്നു എന്നൊരു സംശയം തന്നെയാണ് നിലവിലുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണോ കാരണം കാണിക്കൽ നോട്ടീസ് എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിമർശനം വന്നതിന് പിന്നാലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മേധാവി ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി ഇത് അന്വേഷിക്കുകയും ഈ ഡോക്ടർ ഹാരിസിന്റെ വിമർശനങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണല്ലോ. അന്ന് ആ സമിതിയുടെ റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന യൂറോളജി വിഭാഗത്തിൽ മതിയായ സംവിധാനങ്ങളില്ല എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയത് തന്നെയാണ്. ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥന് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത് ആരോഗ്യമന്ത്രിയുടെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാകുന്നു. അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയല്ലേ ഡോക്ടർ ഹാരിസും പറഞ്ഞത്. വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലും അതുതന്നെയായിരുന്നു. ഈ സിസ്റ്റം തകരാറിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഡോക്ടർക്കെതിരെ നടപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ?
വിനീത, ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ കാര്യമുണ്ട്, ചികിത്സാ പ്രതിസന്ധിയുണ്ട്, ഉപകരണങ്ങൾ എത്താത്തതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പല മെഡിക്കൽ കോളേജുകളിലും ഈ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഡോക്ടർ ഈ സംവിധാനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള വേദികൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊരു പബ്ലിക് ഡൊമൈനിൽ വന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലല്ലോ ഈ കാര്യങ്ങൾ പറയേണ്ടത് എന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉയരുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിന് അന്ന് തന്നെ ഹാരിസ് ഡോക്ടർ നൽകിയ മറുപടി താൻ പലകുറി ഈ വിഷയം സൂപ്രണ്ടിനെ അടക്കം അറിയിച്ചതാണ്. അദ്ദേഹം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉപയോഗിച്ച വാക്ക്, മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടി നടന്ന് ചെരുപ്പ് തേഞ്ഞു, എന്നിട്ട് ഇവര് തുറന്നു പറയേണ്ടി വരുന്നത് ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന നിലയിലാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞത്. അത് വിനീത, അത്തരത്തിലൊരു ഡോക്ടർക്ക് പറയേണ്ട സാഹചര്യം വന്നു എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അന്ന് പറഞ്ഞതും അത് തന്നെയാണ്, പ്രൊഫഷണൽ സൂയിസൈഡിന്റെ ഭാഗമായി. അതുകൊണ്ടാണ് താൻ തൻ്റെ ജോലി പോലും നോക്കാതെ താൻ അന്നത്തെ ഒരു അനുഭവം അത് ഫേസ്ബുക്കിൽ കുറിക്കേണ്ട ഒരു സ്ഥിതി വന്നത്. നാളെ വരുന്ന രോഗികളോടും തനിക്ക് ഇവിടെ മരുന്നില്ല, ശസ്ത്രക്രിയ നടത്തില്ല എന്ന് പറയാൻ കഴിയില്ല എന്നത് തന്നെയാണ് അന്ന് ഡോക്ടർ പറയുകയും ചെയ്തത്. അതിന്റെ ഭാഗമായാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്യുന്നത്. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഈ ഫേസ്ബുക്കിലൂടെ കുറിച്ച് അത് മുഴുവനായും ആരോഗ്യ മേഖലയെ തകർക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. പിന്നീട് ഈ ആരോഗ്യ സംരക്ഷണം, മെഡിക്കൽ കോളേജിനെ താറുമാറാക്കാനുള്ള, ആരോഗ്യ മേഖലയെ താറുമാറാക്കി കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംരക്ഷണ ജാഥയും സംരക്ഷണ മതിലും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ച മറുവശത്തും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ പ്രതിപക്ഷത്തിനൊരു ആയുധമാക്കി കൊടുത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണോ നിലവിൽ ചർച്ചയാവുക എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും തെറ്റായി കാണുന്ന തരത്തിലേക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പോയിട്ടുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത്. അതിന്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. DMO നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇതിൽ എന്തുകൊണ്ടാണ് താൻ ഇതിന് മറുപടി നൽകേണ്ടി വന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകേണ്ടി വന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഹാരിസ് ഡോക്ടർ ഈ വിശദമായി തന്നെ മറുപടി നൽകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത, ശരി, ഏതായാലും സുനിഷ അയിലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടികൾ എടുക്കുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.